നമ്മുടെ തൃശ്ശൂർ പൂരമൊക്കെ തുടങ്ങിയല്ലോ. അപ്പോൾ ആനച്ചമയം കാണാനായിട്ട് ആദ്യം പാറമേക്കാവിലേക്ക് പോയി. കണ്ടില്ലേ, അവിടുത്തെ കുടകൾ നല്ല കളർഫുൾ കുടകളായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യത്തെ കുടമാറ്റത്തിൽ നല്ല വ്യത്യാസം ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ ഒരു ചെറിയ വിഷമം. അപ്പോൾ എന്നാലും ആനച്ചമയം കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പാറമേക്കാവ് അത്രയധികം സ്പെഷ്യൽ കുടകളൊന്നും കാണിച്ചില്ലായിരുന്നു. പക്ഷേ എന്നാലും തിരുവമ്പാടി നന്നായി കാണിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം എന്തായാലും പാറമേക്കാവ് ദേവിയാണല്ലോ നമുക്ക് പ്രധാനം. അപ്പോൾ ഫസ്റ്റ് കൃഷ്ണനെയും പ്രധാനമാണ്. പക്ഷേ പെണ്ണുങ്ങളെ വെച്ച് നോക്കുമ്പോൾ ദേവിയാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങി ദേവിയുടെ അനുഗ്രഹത്തോട് കൂടിയിട്ട് അങ്ങനെ തുടങ്ങി. നല്ല രസമായിരുന്നു അവരുടെ ആ ഡെക്കറേഷൻസും. ഇത് ആനയുടെ പുറത്ത് വെച്ച് കാണുമ്പോൾ എന്തൊരു ക്യൂട്ടായിരിക്കും അറിയോ. ഇത് ഓരോരുത്തരും പ്രാർത്ഥിച്ച് അവരുടെ വഴിപാടായിട്ട് ഒരു സ്പെഷ്യൽ ഇത് കുടകൾ, ഇങ്ങനെ കുറച്ച് കുടകൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കാണാൻ നല്ല കളർഫുള്ളായി ഉണ്ടായിരുന്നു. ഞാനിത് വീഡിയോ ആയിട്ട് ഇടാനായിട്ട് കാത്തിരുന്നു. ബട്ട് എനിക്ക് ടൈം കിട്ടിയില്ല. പിന്നെ ആനച്ചമയൊക്കെ നടക്കണ ആ ടൈം തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ എല്ലാവരും ഒന്ന് ആസ്വദിച്ച് കാണും. അപ്പം അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇട്ടത്. എല്ലാ കുടകളും ദേവി, ഹനുമാൻ ഉണ്ടായിരുന്നു. പിന്നെ കൃഷ്ണൻ ഓടക്കുഴൽ വായിക്കുന്നത്, അങ്ങനെയൊക്കെ നല്ല രസമുണ്ടായിരുന്നു. നമ്മുടെ കഥകളി, അങ്ങനെ ഒരുപാട്, പിന്നെ മയിൽപ്പീലിയുള്ളത്, അങ്ങനെ ഒരുപാട് ശിവൻ്റെ എനിക്കിഷ്ടമായിരുന്നു. എനിക്ക് പൂരത്തിൽ ഏറ്റവും ഇഷ്ടമുള്ളത് കുടമാറ്റമാണ്. അതിനെക്കാട്ടിൽ കൂടുതൽ ഇഷ്ടം ആനച്ചമ്മയാണ്. എന്താ വെച്ചാൽ എന്തൊക്കെയാണ് വെക്കാൻ പോണേന്ന് ഒരു ത്രില്ലടിച്ച് നമ്മൾ പോകുന്നുണ്ടാവും. പിന്നെ യൂഷ്വലി ഇല്ലാണ്ട് എല്ലാ കൊല്ലവും ഒരു പുതുമ ഉണ്ടാവും. LED ആയിട്ടും അങ്ങനെയൊക്കെ നല്ല രസമുണ്ടാവും. അപ്പോൾ അങ്ങനെ പോയി. നല്ല വൻ തിരക്കായിരുന്നു. കാര്യം എല്ലാവരും ചൂട് കാരണം പകലൊന്നും അധികം ഉണ്ടാവില്ല. പിന്നെ വൈകുന്നേരം ഓരോ സമയം കൂടുന്തോറും അങ്ങനെ കൂടി വന്നു ആൾക്കാർ. അങ്ങനെ വരിയിൽ നിൽക്കാണ്ട് തൊഴാൻ പറ്റി. എന്ന് വെച്ചാൽ കുറച്ച് അറിയണത് കൊണ്ട് അങ്ങനെ കയറി ഹാപ്പി ആയിട്ട് എല്ലാം കണ്ടു. ഇത് കണ്ടിട്ട് നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ ആസ്വദിച്ച് വരുമ്പോൾ, ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആനകളെ കാണാൻ പോണത്. അപ്പോൾ പിള്ളേർക്ക് ശരിക്കും ഒരു അടിപൊളി എൻജോയ്മെൻറ്റാണ്. എന്തായാലും കണ്ടില്ലേ, എന്ത് നല്ല കുടകളാണ്, റെയിൻബോ പോലെ ഹനുമാനാണ്. എന്ത് രസമല്ലേ. ഇനി ഇതൊക്കെ നമ്മൾ കാണണം എന്ന് വെച്ചാൽ ഒരു കൊല്ലം കാത്തിരിക്കണം. ശരിക്കും ഈ പൂരം നടത്തുന്നതും ഇങ്ങനെയൊക്കെ ഒരുക്കിയതിനും നമ്മൾ ഏറ്റവും നന്ദി പറയേണ്ടത് നമ്മൾ ശക്തൻ തമ്പുരാനോടാണ്. ആള് എന്ത് ബ്യൂട്ടിഫുള്ളായിട്ട് ഇങ്ങനെ വേണം എന്ന് പറഞ്ഞ് അതൊക്കെ ഒരുക്കിയതെന്ന് വിചാരിക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. എല്ലാ കൊല്ലവും നമ്മൾ അദ്ദേഹത്തിനെ കുറിച്ച് ചിന്തിക്കും. എത്ര ഒരു രാജാവായി ഉണ്ടായിട്ട് എത്ര ഡീറ്റെയിൽഡായിട്ട് ഇതിങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, ഇതിങ്ങനെ വേണം എന്ന് ഒരു എന്താ പറയുക, മഹാചാണക്യ എന്നാണ് പറയാനുണ്ടത്. നല്ലൊരു ബുദ്ധിപൂർവമായിട്ട് എവിടെയും ഇല്ലാത്ത തരത്തിൽ ഇവിടെ മിടു കുറച്ചും കൂടി നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചത് അല്ലേ. ഒരു രാജാവായ അങ്ങനെ വേണം. പിന്നെ അനുബന്ധിച്ച് ഓരോരുത്തരും എല്ലാ കൊല്ലം വരുമ്പോൾ ഇതേപോലെ സൂപ്പറായിട്ട് ചെയ്ത് വരുന്നത്, അവരുടെ സ്പോൺസർ എല്ലാം നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ നമ്മൾ കുറേ കുടകൾ കാണാൻ പറ്റും. ഇത് അയോധ്യ ശ്രീരാമൻ്റെ, അങ്ങനെ കുറേ എനിക്കൊരുപാട് ഇഷ്ടമായി. എല്ലാം ഈ പ്രാവശ്യം എല്ലാം ഭഗവാന്മാരുടെയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ നമ്മൾ അങ്ങനെയൊക്കെ കണ്ട് ഇങ്ങനെ പതുക്കെ ഒന്നങ്ങനെ പുറത്തിറങ്ങി. പിന്നെ ആനക്കുട്ടപ്പന്മാരാണ് എല്ലാവരും. നല്ല സൂപ്പറായിട്ട് കണ്ടില്ലേ, കുറച്ച് കുസൃതി കാണിക്കണവരും. എൻ്റെ പണി ഇപ്പോൾ സീരിയസ് ആയിട്ട് ഭക്ഷണം കഴിക്കലാണ്. അങ്ങനെയും പിന്നെ ടെസ്റ്റിനും അങ്ങനെ എല്ലാത്തിനും പോയവരും ഉണ്ട്. അങ്ങനെ കുറേ ആനകൾ കണ്ടു നിന്നു. എൻ്റെ മോൻക്ക് ആനകൾ ഭയങ്കര ഇഷ്ടമാണ്. ആൺപിള്ളേർക്ക് എപ്പോഴും അങ്ങനെയാണല്ലോ. പിന്നെ ഈ ആനകൾ വരവ് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഓരോരുത്തരെയും കുളിപ്പിച്ച് പിന്നെ റെഡിയാക്കി അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ. പക്ഷേ ഏറ്റവും മോശം കേസ് എന്താണെന്ന് വെച്ചാൽ, ചിലർ ഈ ആനയുടെ അടുത്ത് പോയി നിൽക്കുമ്പോൾ കുറച്ച് പേടിയുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഒരാൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും വിഷമാവുമല്ലോ. അപ്പോൾ കണ്ടില്ലേ, ആൾക്കാരാണെങ്കിൽ ഒന്ന് വഴി അങ്ങനെ ഫ്രീ ആക്കി തരുന്നുമില്ല. അങ്ങനെ കിട്ടിയ ഗ്യാപ്പിലൊക്കെ ഒന്നെടുത്തു. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ആനകളെ കണ്ട് നിന്ന് രസിച്ച് പിന്നെ ലൈറ്റ്സൊക്കെ കത്തി തുടങ്ങി. ഏകദേശം ഞങ്ങൾ പോയപ്പോൾ 5 മണിയായിരുന്നു. അതുകൊണ്ട് ലൈറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ചായിട്ട് ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പാറമേക്കാവിൻ്റെ എന്താ ഒരു ഭംഗിയില്ലേ. ദേവിയുടെ
അനുഗ്രഹം അവിടെയാണുള്ളത് എന്നേ ഞാൻ പറയുള്ളൂ. പാറമേക്കാവിലമ്മയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്, എന്താ അറിയോ? എവിടെ നിന്നാലും ദേവിയുടെ ആ തിരുമുഖം നമുക്ക് കാണാൻ പറ്റും. അത്ര ഒരു ചൈതന്യമാണ്. അവിടെ പോയാൽ ഞാൻ മനസ്സിൽ വിഷമം തോന്നുമ്പോഴൊക്കെ ഞാൻ പാറമേക്കാവിൽ പോവും. ദേവിനെ കണ്ടു കഴിഞ്ഞാൽ സ്വന്തം അമ്മേനെ കണ്ടിട്ട് വന്ന ഒരു ഫീൽ, മനസ്സിന് ഒരു ഉന്മേഷം എല്ലാം എനിക്ക് കിട്ടാവുന്നതാണ്. അങ്ങനെ പാറമേക്കാവ് എൻ്റെ ഒരു പ്രിയപ്പെട്ടതാണ്. പിന്നെ നമ്മുടെ കടകളാണ്. പൂരം തുടങ്ങിയ ഒരു കച്ചവടമായി. അങ്ങനെ എക്സിബിഷൻ്റെ പുറമെ കണ്ടു. അമ്മേനെ തൊഴുത അച്ഛൻ്റെ തൊഴണ്ടേ, അപ്പോൾ അച്ഛനെ തൊഴുതു. അങ്ങനെ ഒരാൾ ഡ്രോയിങ് വരച്ച് ചിത്രം വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, അമ്മയും മോനും ഒക്കെ നടക്കുന്നത്. അങ്ങനെ കുറേ വൻ തിരക്കായിരുന്നു ഈ പ്രാവശ്യം. കുറേ മാറ്റം, സ്ഫോടനം കാരണം അങ്ങനെയൊക്കെ മാറ്റം ഉണ്ടായാലും നല്ല രസമുണ്ടായിരുന്നു. മീഡിയക്കാർ അവരുടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ നമ്മൾ ഈ കടകൾ പൂരം എന്ന് വെച്ചാൽ പിള്ളേരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ പോക്കറ്റ് കാലിയാവും, അടിച്ചു പോകുന്നു പറഞ്ഞത് ഉറപ്പാണ്. കണ്ടില്ലേ, നല്ല രസമല്ലേ ഇതൊക്കെ കാണാൻ, ഈ കാഴ്ചകൾ. പിന്നെ അങ്ങനെ പന്തലിലേക്ക് കടന്നു. പന്തൽ എന്ത് രസമാണ്, ഓരോ ഡിസൈൻസും. ശരിക്കും അത് ചെയ്ത ഒരാൾക്ക് ബിഗ് സല്യൂട്ട് കൊടുക്കണം. നല്ല രസമായിട്ട് ഓരോന്നും ചെയ്ത് അങ്ങനെ നടുവിലാലെത്തി. അങ്ങനെ ഓരോന്നും നമ്മളിങ്ങനെ കണ്ട് കണ്ട് പതുക്കെ നടന്നു പോവുമായിരുന്നു. നടുവിലാൽ ഗണപതിയാണ്, ഭഗവാനെ നല്ലത് വരുത്തി തരണേന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ അങ്ങോട്ട് നടന്നു. പൂരം എന്ന് വെച്ചാൽ കുടമാറ്റാണല്ലോ. അപ്പോൾ വടക്കുന്നാഥൻ്റെ മുന്നിൽ കുട വെക്കണ ഒരാൾ, ദീപസ്തംഭം, അങ്ങനെയൊക്കെ കണ്ട് മനസ്സിന് വലിയ സന്തോഷമായിരുന്നു. അങ്ങനെ അങ്ങനെ നടന്നപ്പോൾ അടുത്ത പൂരപന്തലായി. കണ്ടില്ലേ, നല്ല രസമല്ലേ? കുറച്ച് നേരം കണ്ടിരുന്നു, നല്ല രസമായിരുന്നു ഗൈസ്. ശരിക്കും ഇതൊക്കെ ഒരു കാണേണ്ട കാഴ്ചയാണ് കേട്ടോ. ശരിക്കും ഇതൊക്കെ ഒരു കാണേണ്ട കാഴ്ചയാണ്. ഇത് വരാത്തവർക്ക് കുറച്ച് മിസ്സായി എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. ഈ പ്രാവശ്യം കുറച്ച് കാര്യമായിട്ട് വെടിക്കെട്ടും അങ്ങനെയൊക്കെ ഇല്ലെങ്കിലും ഇതിൻ്റെ ഭംഗിയായിട്ട്